നിന്റെ അദൃശ്യകരം വെച്ച് നിന്റെ ദാസിയെ അവിടെ നിന്ന് ശക്തീകരിക്കണം. നിന്റെ കൃപകരണമേ പ്രാർത്ഥിക്കുന്നു. പാപികളും ദോഷികളുമായ നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണഭൂമണ്ഡലത്തിൽ ഒരു മനുഷ്യനായി അവതരിച്ച് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം മുഴുവൻ നിവർത്തിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിച്ച് നന്മ ചെയ്തുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിച്ച് കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി ഭൂതം ബാധിച്ചവരെ സ്വാതന്ത്ര്യപ്പെടുത്തി കർത്താവിന്റെ ഇതപ്രകാരം തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രൂശുമരം ചുമന്നുകൊണ്ട് നിന്ന സഹിച്ച് അടികൊണ്ട് കഷ്ടം സഹിച്ച് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി രണ്ട് നീചകള്ളന്മാരുടെ മധ്യത്തിൽ മൂന്നാണിപേർ സ്വന്തം തോളിൽ തലചായിച്ച് സകല നിവൃത്തിയായി എന്ന് പറഞ്ഞ് പിതാവിന്റെ കരങ്ങളിൽ പ്രാണനെ ഏൽപ്പിച്ച് മരിച്ച് അടക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി മൂന്നാം ദിവസം മഹിമയോട് ഉയർത്തെഴുന്നേറ്റ അനന്തരം ശിഷ്യന്മാർ കണ്ട് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയും വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്തുകൊണ്ട് കലാചുളുക്കമൊന്നുമില്ലാത്ത ഒരു നിഷ്കളങ്ക കന്യകയായി തന്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയും ആ സഭയെ ചേർക്കുവാൻ എത്രയും വേഗം കാഹളധ്വനിയോട് മധ്യാകാശത്തിൽ പ്രത്യക്ഷനാകുവാനിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ സഹോദരി അനുവദിന്റെ കർത്താവും രക്ഷിതാവുമായി വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കൽപ്പനയാകുന്ന ഈ സ്നാനമേറ്റനന്തരം ജീവന്റെ മുതുക്കത്തിൽ നടന്നുകൊള്ളാമെന്നും വിശുദ്ധന്മാരോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ച് ആ ഉപദേശം കേട്ട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നിന്നെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷ്യം പറഞ്ഞ് ദൈവസഭയ്ക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടുകയില്ല എന്നും നിനക്ക് ലഭിക്കുന്നതായ നന്മയിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നിന്നെ അലാവോളം കൊടുത്തുകൊള്ളാമെന്നും ഈ വിശുദ്ധന്മാരുടെ മധ്യത്തിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലും വിശുദ്ധ ദൂതന്മാരുടെ സാന്നിധ്യത്തിലും ഈ നീ ഇന്ന് പകൽക്കാലം പ്രതിജ്ഞ എടുക്കുന്നുവോ? കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിന്റെ വിശ്വാസത്തിന്റെയും സാക്ഷ്യാവചനത്തിന്റെയും മുദ്രയിന്മേൽ മശിഹായുടെ അന്ത്യകൽപ്പന പ്രകാരം ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ കൃപയിൽ അവിടുന്ന് നിലനിർത്തണമേ. ഹല്ലേലൂയ. അന്ത്യം വരെ നീ വിശ്വസ്തയായി ജീവിക്കുക, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും.